الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. دي أول മൈദരായി പാടച്ചു വച്ച റസൂലരാ. ബദറിലും ബദറിലെങ്കിടുന്നോരെ കാണുവാൻ വിധിയകല്ലാഹ്. സ്വലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. പാപമാലെ കറുത്തുപോയൊരു ഖൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് ഖൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. محشر മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്ന് ഉരത്തോരാണെന്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പഠിക്കാൻ വേണ്ടി നാം ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബാഹ്യമായ സൗന്ദര്യം പഠിച്ച് ആ സൗന്ദര്യ രൂപം കണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതം പഠിച്ച് ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തി അതുവഴി നമ്മുടെ ഖൽബും ജീവിതവും ശുദ്ധമാക്കി
ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര പൂമുഖം ഒരുപാട് തവണ ദർശിക്കാനും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പൂമുഖം കൊണ്ട് ഈ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ഈ മജ്‌ലിസ് ഒരു കാരണമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്നലെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ മുത്തുനബിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വാക്കുകളാണ് ഇന്നലെ നാം കേട്ടത്. ഇന്ന് നാം പറയാൻ പോകുന്ന ഹദീസ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന ഹദീസാണ്. ആദ്യം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കുറിച്ച് 1-2 കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാഥമികമായിട്ട്. അത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുത്തുനബിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മഹാനാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലായിരുന്നു അധിക സമയവും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ വളർന്നിരുന്നത്. അവിടുത്തെ സംരക്ഷണത്തിലായിരുന്നു വളർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40ാമത്തെ വയസ്സിൽ ഞാൻ നബിയാണെന്ന് റസൂലാണെന്ന് പ്രഖ്യാപിക്കുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വയസ്സ് വരെയുള്ള ജീവിതം അതേ നന്നായി ആസ്വദിച്ചതുകൊണ്ട്, നന്നായി മനസ്സിലാക്കിയതുകൊണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ലവണ്ണം അറിയുന്നത് കൊണ്ട് മുത്തുനബി നബിയാണെന്ന് പറഞ്ഞപ്പോ, റസൂലാണെന്ന് പറഞ്ഞപ്പോ അതിൽ സംശയിക്കേണ്ട ഒരു വകയും അലി തങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടനെ മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം മുസ്ലിമായ വ്യക്തിയാണ്. 10ാമത്തെ വയസ്സിൽ തന്നെ മുസ്ലിമായ കുട്ടിയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഒരു കാര്യം കൂടി ഉമ്മമാരെ മനസ്സിലാക്കണം. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആളെന്ന് പറയുന്നത് അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഖുലഫാഉർ റാഷിദുകളിൽ 4ാമത്തെയാളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 ഖുലഫാഉർ റാഷിദുകളെ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ 1ാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2ാം സ്ഥാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3ാമത്തെ സ്ഥാനം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 4ാമത്തെ സ്ഥാനം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് സ്ഥാനം. അത് പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയമാണ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ സിദ്ദീഖു ഹാദിഹിൽ ഉമ്മത്തി അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു. അതേ അംബിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ മനുഷ്യൻ എന്ന് പറയുന്നത് അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. പിന്നെ 2ാം സ്ഥാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3ാം സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെ 4ാമത്തെ സ്ഥാനമാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇത് പറയാൻ കാരണം സുന്നികളും ഷിയാക്കളും പേച്ച വിഭാഗമാണ് ഷിയാക്കൾ. നമുക്കെല്ലാവർക്കും അറിയാം. അവർ തമ്മിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കാണ് 1ാം സ്ഥാനം
സ്ഥാനം ലഭിക്കേണ്ടത് അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തതാണ് എന്ന വികലമായ വാദം സുന്നത്ത് ജമാഅത്ത് ഒരാളുടെ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്ന വാദം കുഫ്രിയത്തിലേക്ക് നയിക്കുന്ന വാദമാണ് അവർ വാദിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. അങ്ങനെ ഖിലാഫത്ത് തട്ടിയെടുക്കുന്ന ഒരു അവസ്ഥ സ്വഹാബത്തിനിക്ക് ഉണ്ടാവുകയില്ല. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഉമ്മമാരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആദ്യത്തെ 3 ഖുലഫാഉർ റാഷിദുകളും, അതായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ 3 ഖുലഫാഉർ റാഷിദുകളും സയ്യിദന്മാരല്ല. സയ്യിദന്മാരല്ല എന്ന് പറഞ്ഞാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരല്ല. എന്നിട്ടും അവർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. എന്തുകൊണ്ട് ലഭിച്ചു എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ 4 ഖുലഫാഉർ റാഷിദുകളുടെ കൂട്ടത്തിൽ ഒരു തങ്ങളായിട്ടുള്ളത്, ഒരു സയ്യിദായിട്ടുള്ളത്. പക്ഷേ ആ സയ്യിദിനെക്കാളും ഏറ്റവും സ്ഥാനം ലഭിച്ചത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇതിന് കാരണങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ മുമ്പ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് ആർക്കാണോ ഉള്ളത് അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്ഥാനം എന്നാണ് മഹാന്മാരൊക്കെ പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ മഹബ്ബത്തുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്, സഹാബി എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ അവിടുത്തെ ആ നൂറ് അതേ നമ്മുടെ ഖൽബിൽ പ്രകാശിക്കും, നമ്മുടെ ഖൽബിലേക്ക് ആനയിക്കും, അതേ നമ്മുടെ ഖൽബിലേക്ക് നിർഗളിക്കും. അങ്ങനെ നിർഗളിച്ചാൽ ഏറ്റവും കൂടുതൽ ഇൽമ് ആ മഹബ്ബത്തുള്ള വ്യക്തിക്കായിരിക്കും. അതുകൊണ്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള വ്യക്തി എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഇൽമിന്റെ കാരണത്താലാണ്, മഹബ്ബത്തിന്റെ കാരണത്താലാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം ലഭിക്കാൻ കാരണം. എല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു, ജീവിതം സമർപ്പിച്ചു. സർവ ശ്വാസോച്ഛ്വാസങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ അല്പസമയം ഇരുന്നാൽ മതി, ഏത് ദുസ്വഭാവമുള്ള മനുഷ്യനും നന്നായി പോകും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരുന്നവർക്കല്ലേ സ്വഹാബി എന്ന് പറയുക. എന്താണ് സ്വഹാബി എന്ന് പറഞ്ഞാൽ? അതൊന്ന് പഠിക്കണേ ഉമ്മമാരെ. സ്വഹാബി എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഈമാനോടുകൂടെ അല്പസമയം, അതൊരു 1 മിനിറ്റ് ഇരുന്നാൽ മതി, അതേ 2 മിനിറ്റ് ഇരുന്നാൽ മതി, അദ്ദേഹം സഹാബിയായി വലിയ പവർ ലഭിച്ചു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനല്ലേ. സഹാബി എന്ന് പറഞ്ഞാൽ ഇതാണ്, വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ അല്പസമയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഇരുന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്, സ്വഹാബത്ത് എന്ന് പറയുന്നത്. എന്തേ അതിന്റെ കാരണം? അത്രത്തോളം പവർ ഈ ഒരു 2 മിനിറ്റ് കൊണ്ട്, ഒരു 5 മിനിറ്റ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഇരുന്നാൽ അത്രത്തോളം വലിയ പവർ ലഭിച്ചതിന്റെ കാരണം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ അല്പസമയം ഒരാൾക്കിരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ഈമാനോടുകൂടെ ഇരിക്കണം. അങ്ങനെ ഈമാനോടുകൂടെ അല്പം ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ഏത് ഉൾഗ്രാമത്തിൽ നിന്ന് വന്ന അറബിയാണെങ്കിലും ശരി, അനറബിയാണെങ്കിലും ശരി, ഏത് കാടത്ത സ്വഭാവമുള്ളവനാണെങ്കിലും ശരി, ഏത് ദുസ്വഭാവമുള്ളവനാണെങ്കിലും ശരി, ഏത് നീച പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും ശരി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
അല്പസമയം ഇരുന്നു കൊണ്ട് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ ഖൽബ് ശുദ്ധമായി പോയി. അദ്ദേഹത്തിന്റെ സർവ്വ ദുസ്വഭാവങ്ങളും എവിടെയോ മൺമറഞ്ഞു പോയി. അതേ അദ്ദേഹത്തിന്റെ മുഴുവൻ നീചപ്രവർത്തനങ്ങളും എവിടെയോ അതേ ദൂരെയായി പോയി. പിന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്നത് വലിയ ആലിമായിട്ടാണ്, അതേ വലിയ ജ്ഞാനിയായിട്ടാണ്. അദ്ദേഹം പിന്നെ പറയുന്ന സംസാരങ്ങൾ വലിയ ഹിക്മത്തുള്ള സംസാരങ്ങളാണ്, വലിയ അർത്ഥവത്തുള്ള സംസാരങ്ങളാണ് പിന്നെ അദ്ദേഹം സംസാരിക്കുന്നത്. എന്തേ കാരണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ അല്പസമയം ഇരുന്നപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖൽബിൽ നിന്നുള്ള നൂറ് ആ മനുഷ്യന്റെ ഖൽബിലേക്ക് അതേ പാസ് ചെയ്തു. അതോടുകൂടെ അദ്ദേഹത്തിന്റെ സർവ്വ ദുസ്വഭാവങ്ങളും മാറിപ്പോയി. അതുകൊണ്ട് വലിയ സഹാബി എന്ന വലിയ പട്ടം ലഭിച്ചു, സഹാബത്ത് എന്ന വലിയ പദവി അവർക്ക് ലഭിച്ചു. അതാണ് മുഅ്മിനീങ്ങളെ സഹാബി എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹാബത്തിന് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, വലിയ ചർച്ച കിതാബുകളിൽ കാണാം, നാം മക്കത്തും മദീനത്തും പോവുകയാണെങ്കിൽ കൂടുതൽ സമയം മക്കത്താണോ ചെലവഴിക്കേണ്ടത് മദീനത്താണോ ചെലവഴിക്കേണ്ടത്? വലിയ ചർച്ച. കാരണം മക്കത്ത് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്, 10,000 ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു 1 കോടി 10 കോടി വരെ ഒരു റക്അത്തിനിക്ക് പ്രതിഫലം മക്കത്ത് നിസ്കരിച്ചാൽ എന്ന് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ടാണ്, അതൊക്കെ ജമ്മു ചെയ്തുകൊണ്ടാണ് പണ്ഡിതന്മാര് ഇത്തരത്തിലുള്ള സർവ്വാഭിപ്രായങ്ങളും പറഞ്ഞത്. അതേ ഈ ഹദീസുകളൊക്കെ മഹാന്മാര് പറഞ്ഞു തന്നത് മുത്തുനബി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ കൂടുതൽ താമസിക്കാൻ പ്രചോദനം നൽകിയത്, നിങ്ങൾ താമസിക്കണമെന്ന് പറഞ്ഞത് അത് മദീനയിലാണ്. മുത്തുനബി താമസിക്കണം എന്ന് പറഞ്ഞത് മദീനയിലും, എന്നാൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുമെന്ന് പറഞ്ഞത് മക്കയിലുമാണ്. കാരണം മദീനയിൽ നിസ്കരിച്ചാൽ 1000 പ്രതിഫലം, മക്കയിൽ നിസ്കരിച്ചാൽ 10,000 കിട്ടും, 1,00,000 കിട്ടും എന്ന് പറഞ്ഞ എത്രയോ ഹദീസുകളുണ്ട്. അതിന് കാരണമായിട്ട് പക്ഷേ മദീനയിലാണ് കൂടുതൽ താമസിക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മദീനയിൽ കൂടുതൽ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണമായി മഹാന്മാര് പറഞ്ഞത്, മദീനയിലെ 1000 ആണെങ്കിലും ആ 1000 കൂലിക്ക് വണ്ണമുണ്ട്, അത് വണ്ണമുള്ള കൂലിയാണ്. മറ്റേത് എണ്ണം കൊണ്ടുള്ള ഫളലാണെങ്കിൽ ഇത് വണ്ണം കൊണ്ടുള്ള ഫളലാണെന്ന് ഒരു പറ്റം പണ്ഡിതന്മാര് പറഞ്ഞു. മദീനയിൽ കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരിക്കുമ്പോ സർവാദബുകളും പാലിച്ച് മദീനയിൽ പോകുമ്പോ സർവാദബുകളും പാലിക്കണം. അതേ അങ്ങനെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തുള്ളതുപോലെ അതബോടെ അതേ ഉച്ചത്തിൽ സംസാരിക്കാതെ, ഉച്ചത്തിൽ ഒന്നും പറയാതെ നല്ല അതബോടുകൂടി അത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചാരത്ത് നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിസ്കരിച്ചാൽ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ, ഉറുദ ചൊല്ലിയാൽ, നിങ്ങൾ ഖുർആൻ ഓതിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുന്നാര മദീനയിൽ നിന്ന് ലഭിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ നൂറങ്ങാനും അവിടെ അതബോടുകൂടെ അവിടെ പോയി ഇരുന്നു കൊണ്ട് ധാരാളം സ്വലാത്തുകളും ദിക്റുകളും മുത്തുനബിയുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ അതബോടുകൂടെ വിനയത്തോടുകൂടെ കിബറില്ലാതെ ഞാൻ വലിയ പാപിയാണെന്ന ചിന്തയോടുകൂടെ എന്നെ ഒന്ന് നന്നാക്കി തരണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ഇരുന്നു കൊണ്ട് അസ്സലാത്തു വസ്സലാമു
عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله നബിയെ അങ്ങേക്ക് സലാം അങ്ങേക്ക് സ്വലാത്തും സലാമും ഞാൻ സമർപ്പിക്കുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ കൈ പിടിക്കണേ എൻ്റെ കൈയെന്ന് പിടിക്കണേ ഈ സാധുവായ എന്നെ ഒന്ന് ഏറ്റെടുക്കണേ പാപങ്ങൾ കൊണ്ട് അതേ പാപങ്ങൾക്ക് അടിമപ്പെട്ട പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരു അടിമയാണ് എനിക്കൊരു കൈയുമില്ല അങ്ങ് എന്നെ ഏറ്റെടുക്കണേ എന്ന് പറയുമ്പോൾ വിനയത്തോടുകൂടി പറയുമ്പോ ധാരാളം സ്വലാത്തുകളും സലാമുകളും ചൊല്ലി മദീനയിൽ ചെന്ന് പറയുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുനോട്ടമങ്ങാനും കിട്ടിപ്പോയാൽ ആ നൂറങ്ങാനും നമ്മുടെ ഖൽബിലേക്കൊന്ന് അതേ പാസ് ചെയ്താൽ അത് മതി അതോടുകൂടെ നമ്മുടെ ജീവിതം നന്നായി പോയി പിന്നെ ആരോടും നമ്മുടെ മനസ്സിൽ വെറുപ്പില്ല ആരോടും അസൂയയില്ല കിബറില്ല അഹങ്കാരമില്ല വിദ്വേഷമില്ല ആർക്ക് എന്ത് നിഅമത്ത് ചെയ്താലും അല്ലാഹു എന്ത് നിഅമത്ത് കൊടുത്താലും നമ്മുടെ മനസ്സിൽ അതേ ഒരു പ്രയാസം നമുക്ക് തോന്നുന്നില്ല എല്ലാവരെക്കാളും മോശം ഞാനെന്ന ചിന്ത അതാണല്ലോ നല്ല ചിന്ത എല്ലാവരെക്കാളും മോശപ്പെട്ടവരെന്ന ചിന്ത ധാരാളം സ്വലാത്തുകളും സലാമും ചെല്ലാനുള്ള നല്ല മനസ്സ് അതേ അപ്പോഴും ഇത് സ്വീകരിക്കുമോ എന്ന ഒരു പേടി അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏറ്റെടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷ ഇങ്ങനത്തെ ഒരു ഖൽബ് മദീനയിൽ പോയാൽ കിട്ടിയതിന്റെ അർത്ഥം എന്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കിട്ടി എന്നുള്ളതാണ് അങ്ങനത്തെ ആ നൂറ് ഇങ്ങോട്ട് കിട്ടലാണ് മക്കയിലത്തെ 1,00,000 അല്ലെങ്കിൽ 1,00,00,000 പ്രതിഫലം ലഭിക്കുന്നതിനേക്കാളും ഹൈറെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് കാരണം 1,00,00,000 പ്രതിഫലം ലഭിച്ചു നാട്ടിൽ വന്നു മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞു അതേ മറ്റുള്ളവന്റെ ഐബ് നോക്കി ന്യൂനത നോക്കി അതേ മറ്റുള്ളവന്റെ അയൽവാസിയുടെ അവളുടെ ന്യൂനതകൾ നോക്കി അതേ മറ്റുള്ളവരോട് മറ്റുള്ളവളോട് പറയുമ്പോ ആ കൂലിയൊക്കെ അവനക്ക് ഹദിയ ചെയ്തില്ലേ എല്ലാം അതോടുകൂടെ കലങ്ങിപ്പോയില്ലേ ഞാൻ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ അതുകൊണ്ട് ആ കൂലിയെക്കാളും ഏറ്റവും നല്ലത് ആ 100 കിട്ടലാണ് അതുകൊണ്ട് മഹാന്മാര് പറയുന്നു നല്ല അതബോടുകൂടെ മദീനയിൽ പോയി നിൽക്കാൻ സാധിക്കുമോ എങ്കിൽ മദീനയിൽ നിൽക്കലാണ് ഹൈർ അതല്ല എന്നെ കൊണ്ട് അതബോടുകൂടെ നിൽക്കാൻ കഴിയില്ല എങ്കിൽ അവനിക്ക് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന മക്കയിൽ തന്നെ നിൽക്കലാണ് നല്ലതെന്ന് മഹാന്മാര് പറയുന്നുണ്ട് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മമാരെ നമുക്കെല്ലാവർക്കും ധാരാളം തവണ മക്കയിലും മദീനയിലും പോകാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ അൽ ഈമാനു യഹ്രിസു ഇലൽ മദീനതി കമാ തഹ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ ഒരു പാമ്പ് മാളത്തിൽ ഒളിക്കുന്നതുപോലെ ഈമാൻ അവസാന കാലഘട്ടം മദീനയിൽ ഒളിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാര് പറയുന്നു ഈമാനുള്ള മനുഷ്യനാണോ ഈമാൻ എന്ന് പറഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തുള്ള മനുഷ്യനാണോ മഹബ്ബത്തുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ആ മഹബ്ബത്ത് ജീവിതത്തിൽ കാണണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സുന്നത്തും നമ്മുടെ ജീവിതത്തിലില്ല ധാരാളം ഹറാമുകൾ അതേ ചെയ്യുന്ന ജീവിതമാണ് അങ്ങനത്തെ ജീവിതത്തിൽ മഹബ്ബത്തില്ല മഹബ്ബത്തുണ്ടെങ്കിൽ ആ മഹബ്ബത്തിന് അനുസരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ജീവിതത്തിൽ ഉണ്ടാകൂ അങ്ങനത്തെ മഹബ്ബത്തുള്ള ഈമാനുള്ള ഹൃദയമാണോ എങ്ങനെയെങ്കിലും അല്പം കാശ് കിട്ടിയാൽ മദീനയിലെത്തണം എന്ന ചിന്തയായിരിക്കും ആ മനുഷ്യനുണ്ടാകുക അതാണ് ഈമാൻ മദീനയിൽ പോയി ഒളിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാന്മാര് പറയും
പറയുന്നു. അപ്പൊ ഒരു ചോദ്യമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം, മദീനയിൽ മരണപ്പെട്ടു പോയാൽ ജന്നത്തുൽ ബഖീൽ അവിടെ ഒരു ഖബർ കിട്ടിയാൽ ആ ഖബറിൽ ചോദ്യമില്ല. നാളെ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് സൂറന്ന കാഹളത്തിലൂതി അതേ ഖിയാമത്ത് നാൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് ജന്നത്തുൽ ബഖീൽ ഖബറാളികളാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടില്ലേ, കിതാബുകൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഒരു ചോദ്യമുണ്ട്, എത്രയോ ഉമ്മമാര് മദീനയിൽ പോയി ഒന്ന് മരിച്ചു കിട്ടണം എന്ന് ദുആ ചെയ്യുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഖൈറാണെങ്കിൽ മദീനയിൽ തന്നെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. എത്രയോ ഉമ്മമാര് നമ്മുടെ ഈ പരിസരത്ത് നിന്ന് തന്നെ മദീനയിൽ പോയി അതേ മരിച്ചതായിട്ട് നമ്മുടെ അറിവിൽ തന്നെയുണ്ട്. ഈ സാധുവായ ഞാന് കഴിഞ്ഞ മാസം മദീനയിൽ പോയാൻ ഭാഗ്യം ലഭിച്ചപ്പോ ഈ പരിസരത്തുള്ള രണ്ട് ഉമ്മമാര് അവിടെയൊക്കെ ഉംറക്ക് വന്നതാണ്. ഉംറക്ക് വന്ന് മദീനയിൽ വെച്ച് മരണപ്പെട്ടു പോയി. ജന്നത്തുൽ ബഖീൽ മറമാടി. അവരുടെ ചരിത്രം പരിശോധിച്ചപ്പോ അവരൊക്കെ മദീനയിലൊന്ന് മരിക്കണം, മദീനയിലൊന്ന് മരിക്കണം എന്ന് വിചാരിച്ച് ധാരാളം സ്വലാത്തു ചൊല്ലി സ്വലാത്തു ചൊല്ലി സ്വലാത്തു ചൊല്ലി. ഒരു ഉമ്മ 10-60 വയസ്സുള്ള ഉമ്മയാണ്. ആ ഉമ്മ ഉംറക്ക് വരുന്നത് തന്നെ മദീനയിലൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എത്ര ഹൈറായിരുന്നു. കുറെ കാലമായി സ്വലാത്തു ചൊല്ലാൻ തുടങ്ങിയിട്ട് മദീനയിലെത്തി മരണപ്പെട്ടു പോയി. ജന്നത്തുൽ ബഖീൽ മരണപ്പെട്ടു പോയി. അങ്ങനെ എത്രയോ ഭാഗ്യം ലഭിച്ച ഉമ്മമാരുണ്ട്, എത്രയോ മലയാളികളായ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട് ജന്നത്തുൽ ബഖീൽ മറവിട്ട് കിടക്കുന്നത്. ജന്നത്തുൽ ബഖീൽ മറവിട്ട് കിടന്നാൽ അവിടുത്തെ ഖബറിൽ ചോദ്യമില്ല. അപ്പൊ മഹാന്മാര് പറയുന്നുണ്ട്, അവിടെ തമ്മാടികളും അതേ മരിക്കുന്നില്ലേ? അത് മഹാന്മാര് പറയുന്ന മറുപടി, ഏത് തമ്മാടി മരിച്ച് മസ്ജിദിൽ ആ ജന്നത്തുൽ ബഖീൽ മറമാടിയാൽ അന്ന് തന്നെ ആ ജന്നത്തുൽ ബഖീൽ നിന്ന് ആ തമ്മാടിയുടെ ശരീരം നീക്കം ചെയ്യപ്പെടും. മലക്കുകൾ അവിടെ കിടക്കാൻ അനുവദിക്കൂല. മാത്രമല്ല ജന്നത്തുൽ ബഖീൽ മരണപ്പെട്ടാൽ അതാണ് വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. മാത്രമല്ല മദീനയിൽ പോയവർക്കൊക്കെ അറിയാം, ജന്നത്തുൽ ബഖീൽ ദിവസവും 2 തവണ തുറക്കും. 2 തവണ സുബ്ഹിക്ക് ശേഷവും അസ്റിന് ശേഷവും തുറക്കും. ആ തുറക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും യാസീൻ ഓതി ഫാത്തിഹ ഓതി സലാത്ത് ഓതി ജന്നത്തുൽ ബഖീൽ അതേ ഖബറാളികൾക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നത്. പോരെ മുഅ്മിനീങ്ങളെ, നാം ഇവിടെ മറവട്ട് കടന്നാൽ നമ്മുടെ ഖബറിന്റെ അരികിലേക്ക് ആര് വരാനാണ്? മക്കള് വന്നാൽ എത്ര നല്ല മക്കളാണെങ്കിലും ആഴ്ചയിലൊരിക്കൽ വരും, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വരും, അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ വരും. ഇതല്ലേ വരികയുള്ളൂ. പക്ഷേ മസ്ജിദ് ആ ജന്നത്തുൽ ബഖീലാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ, നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങള് അതേ അസ്റിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും അതാ ജന്നത്തുൽ ബഖീൽ വരുന്നു. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ കൊതിച്ചത്, ജന്നത്തുൽ ബഖീൽ എന്ന ഖബർ കിട്ടിയിരുന്നെങ്കിൽ അല്ലാഹു നമുക്ക് അതാണ് ഹൈറെങ്കിൽ ആ ഹൈറായ മരണം മദീനയിൽ വെച്ച് തന്നെ അല്ലാഹു നൽകുമാറാവട്ടെ. ആയിരക്കണക്കിന് സഹാബത്താണ് ജന്നത്തുൽ ബഖീൽ മറവിട്ട് കിടക്കുന്നത്. ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട എത്രയോ ഉമ്മമാരാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിമാരും അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ ഫാത്തിമ ബീവി അടക്കമുള്ള സന്താനങ്ങളും കുട്ടികളും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ ഭൂമിയല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ മദീന. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അവസാന കാലഘട്ടമായാൽ ദജ്ജാൽ വരുന്നതിന്റെ അല്പം മുമ്പ് മദീനയിൽ വലിയ ഒരു ഭൂകമ്പം നടക്കാനുണ്ട്. ആ ഭൂകമ്പം നടക്കുമ്പോ ഈമാനില്ലാത്ത സർവ്വ ആളുകളും മദീന വിട്ടുപോകും. ഇനി മദീനയിൽ നിൽക്കാൻ കഴിയൂല, ഭൂകമ്പമുള്ള നാടാണെന്ന് പറഞ്ഞ് മദീന വിട്ടുപോകും. പക്ഷേ ഈമാനുള്ളവൻ ചിന്തിക്കും, ഞാൻ മദീനയിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഏത് ഭൂകമ്പം വന്നാലും പ്രശ്നമില്ല, മദീനയിൽ കിടന്ന് വഫാത്തായാൽ മതി. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ആ ഭൂമിയെക്കാളും ഒരു പുണ്യമാക്കപ്പെട്ട ഭൂമി ലോകത്തിലില്ല. അതിന്റെ സ്ഥാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെ ആ പുണ്യ ശരീരം
ചേർന്ന് നിൽക്കുന്ന ആ മണ്ണിനോട് കഅബയുടെ അതേ ഭൂമി പോലും അതേ ആ സ്ഥാനത്തെത്തുകയില്ല. കാരണം കഅബ പോലും നിർമ്മിക്കാൻ കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അതാണ് മഹാന്മാര് കാരണമായി പറയുന്നത്. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യമാക്കപ്പെട്ട ശരീരം സ്പർശിക്കുന്ന അതേ ആ സ്ഥലമാണ്. അതുകൊണ്ട് ആ ഭൂകമ്പം ഉണ്ടാകുമ്പോ സർവ്വ മുഅ്മിനീങ്ങളും പറയും, മദീനയിൽ വഫാത്തായാലും പ്രശ്നമില്ല, മരിച്ചാലും പ്രശ്നമില്ല, മദീനയിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ദജ്ജാൽ വരുന്നതിന് മുമ്പ് മദീന ശുദ്ധമാകും. ഈമാനുള്ളവർ മാത്രമേ മദീനയിൽ ഉണ്ടാവുകയുള്ളൂ. ദജ്ജാൽ വരുന്നു, മദീനയിലേക്ക് ദജ്ജാലിനിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഹദീസുകളിൽ വന്നതാണ്, മഹാന്മാര് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മദീനക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. മദീനയിലേക്ക് മുഅ്മിനീങ്ങളെ എപ്പോഴും പോകാൻ കൊതിക്കണം. മുത്തുനബിയുടെ ചാരത്ത് എപ്പോഴെങ്കിലും പോയി ഇരിക്കാൻ കൊതിക്കണം. അത് ഈമാനുള്ളവന്റെ ലക്ഷണമാണ്. കാശുണ്ട് പക്ഷേ മദീനയിലേക്ക് പോകാൻ ആഗ്രഹമില്ല, അത് ഈമാനില്ലാത്തവന്റെ ലക്ഷണമാണ്. മദീനയിൽ പോയാൽ കൂടുതൽ സമയം മസ്ജിദ് നബവിയിൽ ചെലവഴിക്കണം. ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, സലാമുകൾ അർപ്പിക്കണം, മുർദകളും മൗലിദുകളും ഓതണം. പറ്റുമെങ്കിൽ ഖുർആൻ ഖത്മ തീർക്കണം. പറ്റുമെങ്കിൽ 40 ജമാഅത്ത് അതേ പുരുഷന്മാരാണെങ്കിൽ മദീനയിൽ നിന്ന് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം. അല്ലാഹു അതൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത് സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനിക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം സ്ഥാനം ലഭിച്ചത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം സ്ഥാനം ലഭിച്ചത്, മൂന്നാം സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നാലാമത്തെ സ്ഥാനം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഈ സ്ഥാനം നാം മനസ്സിലാക്കി വെക്കുക. ഇത് ഈമാനിന്റെയും മുത്തുനബിയോടുള്ള മഹബ്ബത്തിന്റെ തോതനുസരിച്ചാണ്. നമുക്കും ആ രൂപത്തിൽ എത്രത്തോളം മഹബ്ബത്ത് വർദ്ധിക്കുന്നുവോ ആ രൂപത്തിൽ നമ്മുടെ ഖൽബും ശുദ്ധമാകും. അല്ലാഹു ധാരാളം സ്വലാത്ത് ചൊല്ലി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം സ്വലാത്ത് ചൊല്ലണം. അങ്ങനെയാകുമ്പോഴേ അത്തരത്തിലുള്ള ചിന്തയും മദീനയിലെത്തണമെന്ന ചിന്തയും മദീനയിൽ വഫാത്താകണമെന്ന ചിന്തയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ, ധാരാളം സ്വലാത്ത് ചൊല്ലുമ്പോ മദീനയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. മഹാന്മാര് പറയുന്നു, നമ്മുടെ അതേ വീടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് സ്വലാത്ത് ചൊല്ലുന്നതെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ നമ്മുടെ ഖൽബിൽ തട്ടി പ്രകാശിക്കും. നമ്മുടെ ഖൽബ് ശുദ്ധമാകും. അത് മദീനയിൽ പോകാൻ കഴിവില്ലാത്തവനാണെങ്കിൽ വീട്ടിലിരുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ മതി, അവന്റെ ഖൽബിലേക്ക് ആ നൂറടിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൂറ് കിട്ടിയാൽ നമ്മുടെ ഖൽബും ശുദ്ധമായി പോയി. പിന്നെ ആരോടും വിരോധമില്ല, ആരോടും വെറുപ്പില്ല, അസൂയയില്ല, കിബറില്ല, അഹങ്കാരമില്ല, ഒന്നുമില്ലാത്ത ശുദ്ധമായ ഖൽബായി കിട്ടും. അല്ലാഹു അത്തരത്തിലുള്ള സ്വലാത്ത് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രൂപത്തിലുള്ള സ്വലാത്ത് എങ്ങനെ ചെല്ലണമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്തെ ക്ലാസ്സിൽ പറയണം. ആ കാര്യങ്ങളെ ശ്രദ്ധിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായും നമുക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം, മദീനയിലെത്താം. എന്ത് ഉദ്ദേശം വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും ഉടനെ നിറവേറിക്കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് ഈ 4 ഖുലഫാഉർ റാഷിദുകളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സയ്യിദ് പരമ്പരയിൽ വരുന്നത് അത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. കാരണം മുത്തുനബിയുടെ വഫാത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ സ്ഥാനം മുത്തുനബിയോടുള്ള മഹബ്ബത്തിനനുസരിച്ചാണ്. വഫാത്തിന് ശേഷം അവിടുത്തെ ആ ചോരയുള്ള സയ്യിദന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് സയ്യിദന്മാരെ, സയ്യിദത്തുകളെ നല്ലവണ്ണം ബഹുമാനിക്കണേ, ആദരിക്കണേ.
അവരെ ഇകയത്തുന്ന അത് ഏത് പാർട്ടിയാണെങ്കിലും ശരി, വിഭാഗമാണെങ്കിലും ശരി, ഒരു സയ്യിദിനെ ഒരു സയ്യിദത്തിനെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം മുത്തുനബിയുടെ ചോരയുള്ള ശരീരത്തെയാണ് നാം വേദനിപ്പിക്കുന്നത്. മുത്തുനബിയുടെ ചോരയുള്ള ശരീരമുള്ള സഹോദരിയെയാണ്, ഉമ്മയെയാണ് ഞാൻ വേദനിപ്പിക്കുന്നത്, ബീവിയെയാണ് ഞാൻ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂല. മുത്തുനബിയുടെ നൂറ് കിട്ടാതിരിക്കാൻ, അത് തടയാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് അത്തരം ഒരു സ്വഭാവങ്ങളും പ്രവണതകളും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോ സയ്യിദന്മാരെ നല്ലവണ്ണം ബഹുമാനിക്കണം. അപ്പൊ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞ ഹദീസാണ് നാം ചർച്ച ചെയ്യുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ലം യകുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്വീലി വലാ ബിൽ ഖസീരി. ഇന്നലെ പറഞ്ഞ അതേ ആശയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല നീണ്ടയാളായിരുന്നില്ല, കണ്ടാൽ ബോറ് തോന്നിക്കുന്ന രൂപത്തിൽ നീണ്ടയാളായിരുന്നില്ല. വലാബിൽ ഖസീരി. എന്നാൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുതേ, ചുരുങ്ങി 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 ഒരു കുള്ളനായ തീരെ നീളമില്ലാത്തയാളാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ. അല്പം നീണ്ട ഒത്ത നീളമുള്ള അതേ ഒത്ത നീളമുള്ളയാളായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ പറഞ്ഞ അതേ ആശയം ഇനി പറയുന്ന ആശയം ഉമ്മമാരെ, സഹോദരിമാരെ, നാം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇന്നലെ പറയാത്ത ഒരു ഭംഗിയാണ് ഇന്ന് പറയുന്നത്. ശസ്നുൽ കഫൈനി വൽ ഖദമൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കയ്യിന്റെ പള്ളകളും, നാം വെള്ളകൾ എന്ന് പറയും, കയ്യിന്റെ വെള്ള പള്ള എന്ന് പറയും. അതും അതുപോലെ തന്നെ കാൽപാദങ്ങളും കാലിന്റെ വെള്ള എന്ന് പറയും, പള്ള എന്ന് പറയും. കാലിന്റെ വെളുത്ത ഭാഗം, കയ്യിന്റെ വെളുത്ത ഭാഗം, അതാണ് ഈ പറഞ്ഞ കഫൈനി ഖദമീനി കൊണ്ട് ഉദ്ദേശിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുപാദങ്ങളും ഇരു കൈകളുടെ വെള്ളകളും അത് നല്ല മിനുസമുള്ളതായിരുന്നു, നല്ല വെളുത്തതായിരുന്നു, നല്ല ഇറച്ചിയുള്ളതായിരുന്നു, നല്ല എല്ല് നിറഞ്ഞ, അതേ നല്ല ഇറച്ചി നിറഞ്ഞു നിൽക്കുന്ന നല്ല കൈകളായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കൈകളും. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് മുൻകൈയിനെ കുറിച്ച് പറഞ്ഞു, രണ്ട് കാലുകളെ കുറിച്ച് പറഞ്ഞു. നല്ല മിനുസമുള്ള, അത്രത്തോളം മിനുസമുള്ള ഒരു സാധനം ലോകത്ത് കാണാൻ സാധിക്കൂല. അതല്ലേ ഇന്നലെ പറഞ്ഞില്ലേ മഹാനായ അനസ് തങ്ങൾ പറഞ്ഞ ഹദീസ്, മാ മസിസ്തു ഹരീറൻ വലാ ദീബാജൻ അൽയന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിനെക്കാളും മാർദ്ദവമായ സോഫ്റ്റായ ഒരു പട്ടും, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഉള്ള സാധനവും ഞാൻ ലോകത്ത് എന്റെ കൈ കൊണ്ട് സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. അതുപോലെ തന്നെ മഹാനായ അനസ് തങ്ങൾ പറയാണ്, അർദഫനി ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. ഒരു യാത്രയിൽ ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒട്ടകത്തിന്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു മഹാനായ അനസ് തങ്ങൾ കുട്ടിയാകുമ്പോ തന്നെ മുത്തുനബിയുടെ ഖിദ്മത്തിന് വേണ്ടി മുത്തുനബിയോട് കൂടിയ സഹാബിയാണ് മഹാനായ അനസ് തങ്ങൾ. മഹാനായ അനസ് തങ്ങൾ പറയാണ്, ഞാൻ എന്റെ മുത്തുനബിയോടുകൂടെ അതേ ഒട്ടകത്തിന്റെ ബാക്കിൽ സഞ്ചരിക്കുമ്പോ ഞാൻ എന്റെ കൈ മുത്തുനബിയുടെ ശരീരത്തിൽ വെക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ ഫമാ മസിസ്തു ശൈഅൻ ഖത്തു മിൻ ജിൽദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയന മിൻ ജിൽദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ തൊലിയേക്കാളും അതേ സോഫ്റ്റായ ഒരു സാധനവും ഞാൻ എന്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് മുത്തുനബിയുടെ കാലിന്റെ പാദങ്ങളാണെങ്കിലും കൈവെള്ളകളാണെങ്കിലും ശരീരത്തിന്റെ ഏത് തൊലിയുടെ ഭാഗങ്ങളാണെങ്കിലും ശരി, അത് നല്ല മാർദ്ദവമുള്ളതായിരുന്നു, സോഫ്റ്റ് ഉള്ളതായിരുന്നു. നല്ല ഇറച്ചിയും അതുപോലെ തന്നെ എല്ലും തുളുമ്പി നിൽക്കുന്ന, കണ്ടാൽ ഏറ്റവും ഭംഗി തോന്നിക്കുന്ന രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൈകളുമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ. അതല്ലേ സ്വഹാബത്ത് പറഞ്ഞത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഏതെങ്കിലും ശരീരത്തിൽ സ്പർശിച്ചാൽ, തൊട്ടാൽ അതിനു വലിയ പ്രത്യേകതയുണ്ട്. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, വകാന ലാ യംസഹു ബിഹാ ശൈഅൻ ഇല്ലാ ബരിഅ. ഏതെങ്കിലും രോഗമുള്ള, അതേ അസുഖമുള്ള ശരീരത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ സ്പർശിച്ചാൽ അതോടുകൂടെ അദ്ദേഹത്തിന്റെ രോഗം മാറിപ്പോയി, അദ്ദേഹത്തിനേക്ക് ശിഫ ലഭിച്ചു. പിന്നെ അദ്ദേഹത്തിനേക്ക് ഒരു രോഗവുമില്ല. അത് വഫാത്തിന്റെ മുമ്പല്ല, വഫാത്തിന്റെ ശേഷവും എത്രയോ ഉണ്ടായ സംഭവങ്ങളാണ്. ഉമ്മമാരെ, നിങ്ങളൊക്കെ വീട്ടില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മദ്ഹ് കാവ്യമായ ബുർദത്തുൽ ശരീഫ് മുതഅല്ലിമീങ്ങൾ കൊണ്ടുവന്നില്ലേ? പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ മുമ്പ് നിങ്ങൾ അതൊക്കെ ചൊല്ലണം. ഞാൻ കാരണം പറയുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബുർദത്തുൽ ശരീഫ് മഹാനായ ഇമാം ബൂസൂരി ഇമാം അതേ രചിക്കാനുണ്ടായ കാരണം, മഹാനായ ബൂസൂരി ഇമാമിന്റെ ഇടത് ഭാഗം കൊഴിഞ്ഞുപോയി, തളർവാദം വന്ന് കൊഴിഞ്ഞുപോയി. ഡോക്ടർമാരെ കാണിച്ചു, സർവ്വ ഡോക്ടർമാരും പറഞ്ഞു ഇനി ഒരിക്കലും ബൂസൂരി ഇമാം എഴുന്നേൽക്കില്ലെന്ന്, ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാ ഡോക്ടർമാരും തള്ളിയ കേസാണ്. അങ്ങനെ തളർവാദം പിടിപെട്ട് ഇരിക്കാനും നിൽക്കാനും ചെറിയാനും കഴിയാതെ ഇടത് ഭാഗം മൊത്തം അതേ സർവാനക്കങ്ങളും മറ്റുപോയി. ഇടത് ഭാഗം മുഴുവനും കഴിഞ്ഞുപോയി, എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, ഇരിക്കാൻ സാധിക്കുന്നില്ല. മഹാനായ ബൂസൂരി ഇമാം വലിയ പണ്ഡിതനാണ്, ആലിമാണ്, അത്രത്തോളം വലിയ പണ്ഡിതനാണ്. മഹാനായ ബൂസൂരി ഇമാം വിചാരിച്ചു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയൊന്ന് സ്പർശിച്ചു കിട്ടിയെങ്കിൽ എന്റെ രോഗം സുഖപ്പെടും. ഇനി അതേ മാർഗമുള്ളൂ. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് കാവ്യം എഴുതാൻ തുടങ്ങി. അതാണ് ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന ഖസീദത്തുൽ ബുർദ. ഖസീദത്തുൽ ബുർദ എഴുതി കഴിഞ്ഞപ്പോ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നു. മഹാനായ ബൂസൂരി ഇമാമിന്റെ ശരീരം തടവി കൊടുത്തു. എഴുന്നേറ്റ് നോക്കുമ്പോ ഒരു അസുഖവും ഇല്ല, ഒരു പ്രശ്നം അപ്പൊ അതോടുകൂടെ എല്ലാ അസുഖങ്ങളും മാറിപ്പോയി. അപ്പൊ ഏത് അസുഖത്തിനും മരുന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുക എന്നുള്ളത്, ഖസീദത്തുൽ ബുർദ ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് ഉമ്മമാരെ, എന്ത് അസുഖമുണ്ടെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ചക്കുബ്ബ മനസ്സിൽ കണ്ടുകൊണ്ട്, അത് ഏടിന്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പച്ചക്കുബ്ബയുടെ ചിത്രം. അതേ അതിന്റെ പുറം ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന ഖബർ ഷരീഫിന്റെ ചിത്രം പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം കണ്ടുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ചിന്തയോടുകൂടി ബുറുദ ചൊല്ലിയാൽ ഏത് ഉദ്ദേശമാണെങ്കിലും ശരി അത് നിറവേറ്റിക്കിട്ടും. ധാരാളം ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്രയോ ആളുകളുടെ രോഗം മാറിയത് എനിക്ക് തന്നെ അറിയാം. അള്ളാഹു അത്തരത്തിൽ ബുറുദ ചൊല്ലാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബുർദയെ കുറിച്ച് ധാരാളം ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ റബീഉൽ അവ്വലിന് ശേഷം 2 ആഴ്ച ഒരിക്കലെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കണം. അങ്ങനെ ബുർദയുടെ ഓരോ വരിയും വിശാലമായി പഠിക്കണം. ഓരോ വരിക്കും ധാരാളം പ്രത്യേകതകളുണ്ട്. മുത്തുനബിയെ കാണാനുള്ള വരിയുണ്ട്. ഏത് പ്രയാസങ്ങളും മുത്തുനബിയോട് പറഞ്ഞാൽ ഉടനെ ഉത്തരം കിട്ടുന്ന വരിയുണ്ട്. അങ്ങനെ ധാരാളം വരികളുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ ചൊല്ലിക്കൊടുത്ത വരിയുണ്ട് ബുർദയില്. അങ്ങനെ ധാരാളം വരികളുണ്ട് ബുർദയില്. അതൊക്കെ പഠിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രൂപത്തിൽ 2 ആഴ്ച കൂടുമ്പോയെങ്കിലും ഒരു 1.5 മണിക്കൂർ ഇരുന്നാൽ കുറഞ്ഞ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറെ ദിവസം പഠിക്കുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുവഴി നമ്മുടെ ജീവിതം നന്നാക്കാനും തൗഫീഖ് കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കൈകളും ഇരു പാദങ്ങളും നല്ല മിനുസമുള്ളതായിരുന്നു. നല്ല നല്ല ഇറച്ചിയുള്ള അതേ ശോഷിച്ച കൈയല്ല, അതുപോലെ തന്നെ ഒരു ബോറുള്ള കൈയല്ല, നല്ല സുന്ദരമായ കൈകളും അതുപോലെ തന്നെ കാലുകളുമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ എന്ന് പറയുന്നത്. പിന്നെ കൈയിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഒരാളുടെ താടിയിലോ മുടിയിലോ സ്പർശിച്ചാൽ പലരുടെ താടിയും മുടിയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടവി കൊടുത്തിട്ടുണ്ട്. മുത്തുനബിയുടെ ആ കൈ തട്ടിയ ഭാഗം പിന്നെ എത്ര വയസ്സായാലും ശരി നരക്കുകയില്ല, അതിനെ നരബാധിക്കുകയില്ലെന്ന് മഹാന്മാര് പറയുന്നു. അതിൽപ്പെട്ട ഒരു സഹാബിയാണ് അബൂ സയ്യിദുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സഹാബിയുടെ തല തടവി താടി തടവി എന്നിട്ട് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഈ അബൂ സയ്യിദിനിക്ക് നീ സൗന്ദര്യം കൊടുക്കണേ. മഹാന്മാര് പറയുന്നു ഫബലഅ ബിദഅൻ വമിയത സന, 100 ചില്ലാനും വർഷങ്ങളാ സ്വഹാബി ജീവിച്ചു. അദ്ദേഹത്തിന്റെ തലയില് താടിയിലെ ഒരു മുടിയും നരച്ചിട്ടില്ല എന്ന് മാത്രമല്ല 100 വയസ്സായിട്ടും അദ്ദേഹത്തിന്റെ മുഖം നോക്കിയാൽ പ്രായാധിക്യം തോന്നിക്കുന്ന ഒരു ചുളിവും ഒരു മാറ്റവും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. എന്തേ കാരണം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൈ സ്പർശിച്ചു എന്നുള്ളതാണ് കാരണം. അല്ലാഹു ആ കൈ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ് അടുത്ത പ്രത്യേകതയായിട്ട്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല അത് വലിയ തലയായിരുന്നു. വലിയ തലയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. വലിയ വികൃതമായ തലയാണെന്ന് ആ രൂപത്തിൽ പറഞ്ഞതല്ല. വലിയ തലയാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും വലിയ കുറച്ച് പൊക്കമുള്ളയാളായിരുന്നു, നല്ല ആരോഗ്യമുള്ളയാളായിരുന്നു എന്നൊക്കെ നാം പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും തലക്കും അല്പം വലിപ്പമുണ്ടാകും. ഇനി മഹാന്മാര് പറഞ്ഞു തല വലിപ്പമുള്ളതായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തലയ്ക്ക് ഉള്ളിലെ മടക്കുകൾ, തലച്ചോറിന്റെ ഉള്ളിലെ മടക്കുകൾക്കനുസരിച്ചാണ് ഒരാളുടെ കഴിവുകൾ അതേ ഉള്ളത്. ഒരാളുടെ കഴിവുകള്, ഒരാളുടെ ഇൽമുകള് എല്ലാം തലച്ചോറിലെ മടക്കു കൂടുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൂടും, അദ്ദേഹത്തിന്റെ ഇൽമുകൾ കൂടും. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും ഇൽമുള്ള വ്യക്തി. മറ്റു അമ്പിയാക്കൾക്ക് വരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഇൽമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഒരു കോരല് മാത്രമാണ് ലഭിച്ചത് എന്ന് മഹാനായ ബൂസുയിമാം പറഞ്ഞില്ലേ, വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ
ورفا من البحر أو رشفا من الديم. മുത്തുനബിയുടെ ഇൽമിന്റെ വലിപ്പം മഹാനായ ബൂസൂരി ഇമാം പറഞ്ഞത് വകുല്ലുഹും മിർ റസൂലില്ലാഹി, സർവ്വ അമ്പിയാക്കളും മുത്തുനബി കഴിഞ്ഞാൽ ഏറ്റവും ഇൽമുള്ളത് മറ്റു അമ്പിയാക്കളല്ലേ, ആ അമ്പിയാക്കളുടെ ഇൽമു തന്നെ മഹാനായ ബൂസൂരി ഇമാം പറയുന്നു മുത്തുനബിയാകുന്ന വലിയ ഇൽമിന്റെ സമുദ്രത്തിൽ നിന്ന്, ആ ഇൽമിന്റെ സമുദ്രത്തിൽ നിന്ന് ഒരു കോരല് കിട്ടിയാൽ എത്രത്തോളം ഉണ്ടാകും, അത്രമാത്രം ഇൽമേ മറ്റുള്ള അമ്പിയാക്കൾക്ക് വരെ ലഭിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ തിമിർത്ത് പെയ്യുന്ന മഴ, വലിയ പേമാരി, ആ പേമാരിയിൽ നമ്മുടെ ഇറത്ത് നിന്നാൽ, സിറ്റ് ഔട്ടിൽ നിന്നാൽ ആ തിമിർത്ത് പെയ്യുന്ന ആ മഴയിൽ നിന്ന് ഒരു പാറല്, ഒരു ചീറ്റല് നമ്മുടെ ശരീരത്തിലേക്ക് വരാറില്ലേ? ആ ഒരു ചീറ്റല് മാത്രമാണ് മുത്തുനബിയുടെ ഇൽമു നോക്കുമ്പോ മറ്റുള്ള അമ്പിയാക്കൾക്ക് ലഭിച്ചതെന്ന് മഹാനായ ബൂസൂരി ഇമാം പറയുന്നു. അപ്പോ തല വലുതായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തലച്ചോറിന്റെ ഉള്ളിലെ മടക്കുകൾ, അതാണ് ഒരു മനുഷ്യന്റെ കഴിവുകൾ സൂചിപ്പിക്കുന്നത്. ഒരാളുടെ ഇൽമു എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് അത് വലുതായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്രത്തോളം മടക്കുകളുള്ളവരായിരുന്നു, അത്രത്തോളം ഇൽമുള്ളവരായിരുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ. പിന്നെ പറഞ്ഞു ദഖ്മുൽ കറാദീസി, മുത്തുനബിയുടെ ഖർദൂസ്, കറാദീസ് എന്ന അറബിയിൽ പറഞ്ഞാൽ പരസ്പരം എല്ലുകൾ ജോയിന്റ് ആകുന്ന കൂടിച്ചേരുന്ന സ്ഥലം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തോള്, ആ തോള് രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ജോയിൻസുകളാണ്. അങ്ങനത്തെ ജോയിൻസുകള് തോളും അതുപോലെ തന്നെ ആ തോളം കൈയും പരസ്പരം കൂടിച്ചേരുന്ന സ്ഥലം, അതുപോലെ തന്നെ തണ്ടം കൈയും തോളം കൈയും കൂടിച്ചേരുന്ന സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ തണ്ടങ്കാലും മുട്ടും കൂടിച്ചേരുന്ന സ്ഥലം. അങ്ങനെ ഏതൊക്കെ ജോയിൻസുകള് അതേ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടോ അതൊക്കെ നല്ല ഇറച്ചിയുള്ളതായിരുന്നു, മാംസമുള്ളതായിരുന്നു. ജോയിൻസുകൾക്ക് നല്ല മാംസമുണ്ടായാൽ, നല്ല മസിലുണ്ടായാൽ അത് ഒരാളുടെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മഹാന്മാര് പറയുന്നു ഇതിന്റെ അർത്ഥം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള മനുഷ്യൻ, ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള മനുഷ്യൻ. അതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണാം. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം 60-ൽ ചില്ലാനും സഹാബത്ത് മാത്രമേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. ഇസ്ലാം പരസ്യ പ്രചാരണം പറ്റാത്ത കാലം, ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ കൊല്ലുന്ന കാലം, കല്ലെടുത്തെറിയുന്ന കാലം, അതേ അവനിക്ക് നേരെ തിരിയുന്ന കാലം. ആ കാലത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 60ഓളം വരുന്ന സഹാബത്തും ദാറുൽ അർഖമില്, അഥവാ അർഖം ഇബ്നു അർഖം എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആ അവസരത്തിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല, ഇസ്ലാമിന്റെ വലിയ ശത്രുവാണ്. മുത്തുനബിയുടെ തലയെടുക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ് അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ വിവരം കിട്ടി ദാറുൽ അർഖമിലുണ്ടെന്ന്. അങ്ങനെ നേരെ ചെന്നു. വളരെ വലിയ ധൈര്യശാലിയാണ്, ആരെയും പേടിയില്ലാത്തവരാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിലേക്ക് ചെല്ലുകയാണ്. ദാറുൽ അർഖമിൽ ചെന്നു, വാതിൽ മുട്ടി. ഒരു സഹാബി വന്ന് മെല്ലെ പാളി നോക്കി പുറത്തേക്ക്. അപ്പൊ കാണുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. മുത്തുനബിയുടെ തലയെടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന സാഹചര്യമാണ് അന്നുള്ളത്. ഈ സഹാബി ആകെ പേടിച്ചു, കാരണം പുറത്തു വന്നിട്ടുള്ളത് ഉമറാണ്. ആ സഹാബി വല്ല മുത്തുനബിയോട് വന്ന് പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉമറാണ് വന്നിരിക്കുന്നത്. ആകെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് സഹാബി പറയുന്നത്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിൽ തുറന്നു. സഹാബത്തിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. വാതിൽ തുറന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട ഉടനെ ഇടത്തെ കൈകൊണ്ട് അവിടത്തെ കഴുത്ത് പിടിച്ചു. ഒറ്റ പിടുത്തം, അനങ്ങാൻ സാധിക്കുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുക്ക് അത്രത്തോളം ആരോഗ്യമാണ്. അവിടുത്തെ ആ ഇടത്തെ കൈയിന്റെ ആ കൈപാദത്തിന് തന്നെ അത്രത്തോളം, ആ കൈയിന്റെ ആ മുൻകൈയിന് തന്നെ അത്രത്തോളം
വലിയ ശക്തിയാണ്. അങ്ങനെ കഴുത്ത് പിടിച്ചു നേരെ കൊണ്ടുവന്നു സഹാബത്തിന്റെ ഇടയിൽ ഇരുത്തി. ഒരു സിംഹത്തിന്റെ മുമ്പിൽ അതേ അകപ്പെട്ട ഒരു പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് എന്തിനാണ് ആ രൂപത്തിൽ? അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ ഉമർ തങ്ങളെ പിടിച്ചത്. മഹാന്മാര് പറയുന്നു, ഉമർ തങ്ങൾക്ക് വലിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതുവരെ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ ശക്തിവാൻ, എന്നെ കീഴ്പ്പെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല, എന്റെ ആരോഗ്യത്തെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ആ ധാരണ ഒരൊറ്റ സംഭവം കൊണ്ട് തീർത്തു കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ അഹങ്കരിച്ച് നടക്കേണ്ടതില്ല, എന്റെ ഇടത്തെ കയ്യിന്റെ ഒറ്റ പിടുത്തത്തിനെ നീയുള്ളൂ എന്ന ആ ഒരു സ്വരം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വരണം. അതാണ് മഹാനായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് മഹാനായ അലി തങ്ങൾ പറഞ്ഞത് മുഹ്മുൽ ഖറാദീസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോയിൻസുകൾ എന്ന് പറയുന്നത്, എല്ലുകൾ പരസ്പരം കൂടുന്ന സ്ഥലം എന്ന് പറയുന്നത്, അത് നല്ല മസിലുള്ളതായിരുന്നു, ഇറച്ചിയുള്ളതായിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജോയിൻസുകൾ അപ്പൊ നല്ല മസിലുള്ള നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു മുത്തുനബിയുടെ ശരീരം, മുത്തുനബിയുടെ ജോയിൻസുകൾ. എന്നിട്ട് പറഞ്ഞു തവീലുൽ മസ്റുബത്തി. ഇനി അടുത്തത് ഞാൻ പറയാത്ത വിഷയമാണ് തവീലുൽ മസ്റുബത്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പൊതുവെ രോമമില്ലാത്ത ശരീരമായിരുന്നു. പുരുഷന്മാരുടെ ശരീരം പൊതുവെ രോമമുള്ള ശരീരമായിരിക്കും. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പൊതുവെ രോമമില്ലാത്ത ശരീരമായിരുന്നു. അഥവാ രോമമില്ല എന്ന് പറഞ്ഞതിനർത്ഥം താടിയിലും അതുപോലെ തന്നെ തലയിലും മീശയിലും മുടിയില്ല എന്നല്ല. സാധാരണ ഒരു പുരുഷനിക്ക് സാധാരണ ഉണ്ടാകാറുള്ള രോമങ്ങളൊക്കെയുണ്ട്, മുടിയുണ്ട്, താടിയുണ്ട്, മീശയുണ്ട്. പക്ഷേ ശരീരത്തിൽ വ്യാപകമായി കിടക്കുന്ന രോമങ്ങൾ, ആ രൂപത്തിൽ രോമങ്ങളില്ലാത്ത വ്യക്തിയായിരുന്നു മുത്തുനബിയുടെ ശരീരം. പക്ഷേ നിങ്ങൾ തീരെ രോമങ്ങളില്ല എന്ന് മനസ്സിലാക്കരുത്. മഹാനായ അലി തങ്ങൾ പറയാണ് തവീലുൽ മസ്റുബത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു മുതൽ പൊക്കിള് വരെ ഒരു വര രൂപത്തില് നേരിയ രോമത്തിന്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഒരു വരയുണ്ടായിരുന്നു. ഇതായിരുന്നു മുത്തുനബിയുടെ ശരീരത്തിന്റെ മുൻഭാഗത്തിന്റെ പ്രത്യേകത. നെഞ്ചു മുതൽ പൊക്കിള് വരെ ഒരു വര രൂപത്തിൽ, ഒരു വരച്ച രൂപത്തിൽ നേരിയ രോമങ്ങളുള്ള ശരീരമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം. അതുപോലെ തന്നെ മറ്റു ഭാഗത്തൊന്നും രോമങ്ങളില്ല. അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നു, മറ്റ് ഹദീസിൽ ഇനി വരുന്നുണ്ട്, എന്നാലും ഇവിടെ സൂചിപ്പിക്കുകയാണ്, മുത്തുനബിയുടെ തണ്ടം കൈയിലും അതുപോലെ തന്നെ തണ്ടം കാലിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിയ രോമങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു പുരുഷന്റെ ഭംഗിയാണ്. എന്നിട്ട് പറയുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് തകഫ ഇദാ മശാ തകഫ തകഫുഹൻ കഅന്നമാ യൻഹത്തു മിൻ സബബിൻ ഇദാ മശാ. ഇന്നലെ പറഞ്ഞ അതേ ആശയം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു കുയ്യിലേക്ക് ഇറങ്ങുന്നത് പോലെ, ഒരു കുന്നിറങ്ങുന്നത് പോലെ മുമ്പോട്ട് അല്പം ആഞ്ഞുകൊണ്ട് അല്പം മുമ്പിലോട്ട് ആയിക്കൊണ്ട് ഒരു വിനയാന്വിതം നടക്കുന്ന, അതേ ഒരു വിനയമുള്ളവൻ നടക്കുന്ന കിബിറില്ലാത്തവന്റെ നടത്തമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത്. മുത്തുനബിയുടെ നടത്തം ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ആശയമാണ്. എന്നിട്ട് അവസാനം മഹാനായ അലി തങ്ങൾ ഹദീസിന്റെ അവസാനം പറയാണ് ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മുമ്പും പിമ്പും മുത്തുനബിയുടെ സൗന്ദര്യത്തെ പോലെയുള്ള സൗന്ദര്യമുള്ള ഒരാളെയും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്ത ഹദീസ് മഹാനായ അലി തങ്ങൾ പറയുന്ന ഹദീസ് തന്നെയാണ്. അലി തങ്ങൾ പറയാണ്, മുമ്പ് പറഞ്ഞ വിഷയങ്ങളും വരും. ആ വിഷയം വരുമ്പോൾ ഒരിക്കലും ഉറപ്പു തോന്നരുത്.
കാരണം കുറെ വിഷയങ്ങൾ ഒരേ വിഷയം തന്നെ ധാരാളം തവണ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു പോകും. അതുകൊണ്ടാണ് ഹദീസിൽ മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും വരുമ്പോ ആവർത്തിച്ച് പറയുന്നത്. അലി തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീലിൽ മുംവഇതി വലാ ബിൽ ഖസീൽ മുതറദ്ദിദി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമിതമായ നീളമുള്ളവരായിരുന്നില്ല, എന്നാൽ പറ്റ ചുരുങ്ങി 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 ഒരു അവയവം മറ്റു അവയവത്തിലേക്ക് ചുരുങ്ങി ചുരുങ്ങി നിൽക്കുന്ന ഒരു കുള്ളനുമായിരുന്നില്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വകാന റബഅതൻ മിനൽ ഖൗമി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒത്ത നീളമുള്ളയാളായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം കഴിഞ്ഞ ഹദീസുകളിൽ പഠിച്ച അതേ ആശയം, അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇനി അടുത്തതായി പറയുന്നു വകാന ഫീ വജീഹി തദ് വലം യകുൻ ബിൽ ജാദിൽ ഖതതി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അത് സ്പ്രിംഗ് പോലെ പറ്റ ചുരുണ്ടതായിരുന്നില്ല. വലാദിസ്തബതി, എന്നാൽ മുള്ളം പന്നിയുടെ മുള്ളു പോലെ അതേ ഒരിക്കലും വാർന്നാല് വളയാത്ത രൂപത്തിൽ നിവർന്നു നിൽക്കുന്ന സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മുടിയുമായിരുന്നില്ല. ഖാനജാദൻ വജില, അല്പം വളവുള്ള വാർന്നാൽ വളയുന്ന നല്ല സുന്ദരമായ മുടിയായിരുന്നു, നല്ല കറുപ്പായിരുന്നു മുടിക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ കുറിച്ച് പറഞ്ഞ് വീണ്ടും പറയുകയാണ് അലി തങ്ങള്, ഇതുവരെ നാം കേൾക്കാത്ത വിഷയമാണ് പറയുന്നത്. വലം യകും ബിൽ മുതഹമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിളറി വീർത്തതായിരുന്നില്ല. വിടറി വീർത്ത ഉണ്ടച്ചു നിൽക്കുന്ന മുഖമുണ്ടാകും, അത് കാണാൻ ബോറാണ്. അങ്ങനത്തെ മുഖമായിരുന്നില്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. എന്നിട്ട് പറയാണ് വലാബിൽ മുകൽസമി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അത് പൂർണ്ണ വൃത്താകൃതിയായിരുന്നില്ല. ഒരു പൂർണ്ണ വൃത്തം, ഒരു വട്ടം നേരെ വരച്ചാൽ ആ രൂപത്തിലുള്ള മുഖമുള്ള ആളുകളുണ്ട്, അതും കാണാൻ ഭംഗിയുള്ള മുഖമല്ല. അങ്ങനെ പൂർണ്ണ വൃത്തമുള്ള മുഖമായിരുന്നില്ല, വട്ടമുഖമായിരുന്നില്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അപ്പൊ ഒരിക്കലും ചിന്തിക്കരുത്, നല്ല നീണ്ട മുഖമായിരുന്നു. നല്ല നീണ്ട മുഖവും ഒരാളുടെ ഭംഗിയല്ല. അതുകൊണ്ട് മഹാനായ അലി തങ്ങൾ പറയുന്നു വകാന ഫീ വജീഹി സദവീറുൻ അബിയദു മുസ്റബുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എന്ന് പറയുന്നത് ഒത്ത നീളമുള്ള എന്നാൽ ഒത്ത വട്ടമുള്ള മുഖമായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അപ്പൊ ഒത്ത നീളവും ഒത്ത വട്ടവുമുള്ള മുഖം. പൂർണ്ണ വട്ടമായാൽ അതിരിക്ക് ഭംഗിയില്ല, അതുപോലെ തന്നെ നല്ല നീണ്ട മുഖമായാൽ അതിരിക്കും ഭംഗിയില്ല. പിന്നെ ഒരാളുടെ മുഖത്തിന്റെ ഭംഗി ഒത്ത നീളവും ഒത്ത വട്ടവുമുള്ള മുഖമാണെങ്കിൽ ആ മുഖത്തിനാണല്ലോ ഭംഗി. അത്തരത്തിലുള്ള മുഖമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അപ്പൊ മുഖത്തിന്റെ പ്രത്യേകതകളും പറഞ്ഞു. ഇനി അടുത്തത് മഹാനായ അലി തങ്ങൾ പറയുന്നത് അബിയദു മുസ്റബുൻ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം എന്ന് പറയുന്നത് അത് വെള്ളയായിരുന്നു, തെനി വെള്ളയായിരുന്നില്ല. ഇന്നലെ പറഞ്ഞല്ലോ കുമ്മായം പോലെ വെളുവെളുത്ത വെള്ള 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 അങ്ങനത്തെ വെള്ളയായിരുന്നില്ല. ആ വെള്ള കാണാൻ ആളുകൾക്ക് വെറുപ്പാണ് ഒരു മനുഷ്യന്റെ നിറമായിട്ട്. അങ്ങനത്തെ ഇംഗ്ലീഷുകാരെ പോലെ വെളുത്ത അത് അവരുടെ പ്രകൃതിയാണ്. അത്തരത്തിലുള്ള രൂപമായിരുന്നില്ല. വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെയുള്ള നിറമായിരിക്കും. അത് അവർക്ക് വെള്ളപ്പാണ്ട് പിടിച്ചതല്ല, അവരുടെ നിറം അങ്ങനെയാണ്. അങ്ങനെ വെളുവെളുത്ത അതേ കുമ്മായം പോലെ വെളുത്ത നിറമുള്ളവരായിരുന്നില്ല. പക്ഷേ മുസ്റബുൻ, ചുവപ്പ് കലർന്ന നല്ല വെളുത്ത നിറമായിരുന്നു. അപ്പൊ അല്പം ചുവപ്പ് കലർന്ന നല്ല പ്രകാശിക്കുന്ന മുഖമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അടുത്തത് പറയുന്നു അത് അജുൽ ഐനൈൻ. ഇതുവരെ നാം കേൾക്കാത്ത പ്രത്യേകത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കൃഷ്ണമണികളും അഥവാ കണ്ണിന്റെ ഉള്ളിലുള്ള കറുപ്പ് ഭാഗം, ആ ഇരു കൃഷ്ണമണികളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് നല്ല കറുപ്പായിരുന്നു. ഒരാളുടെ കണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃഷ്ണമണികൾ നല്ല കറുപ്പ്,
ആ നല്ല കറുപ്പും അങ്ങനെ അതിന്റെ ചുറ്റുമുള്ള ആ വെള്ളഭാഗം നല്ല വെളുപ്പുമാകുമ്പോ ആ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ്. അത്തരത്തിൽ നല്ല കൃഷ്ണമണികൾക്ക് ഭയങ്കര കറുപ്പ്, അതിന്റെ ചുറ്റും നല്ല വെളുപ്പ്, നേരത്തെ പറഞ്ഞ ചുവപ്പോട് കലർന്ന നല്ല വെളുപ്പ്, ആ രൂപത്തിലുള്ള കണ്ണായിരുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണെന്ന് പറയുന്നത്. അപ്പൊ കണ്ണിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ പറയുന്നു അഹ്ദബുൽ അഷ്ഫാർ, കണ്ണിന്റെ ഹിമ. കണ്ണിന്റെ ഹിമ, കണ്ണിന്റെ വലിയ സുരക്ഷയാണ് ഹിമ. നമുക്കെല്ലാവർക്കും അറിയാം ആ ഹിമ അത് നല്ല തിങ്ങിയ ഹിമയായിരുന്നു, അല്പം നീളമുള്ള തിങ്ങിയ നല്ല കറുകറുത്ത ഹിമയായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമയെന്ന് മഹാന്മാര് പറയുന്നു. അപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമയെ കുറിച്ച് പറഞ്ഞു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നല്ല തിങ്ങിയ രോമങ്ങളുള്ള നല്ല അല്പം നീളമുള്ള, തീരെ ഹിമക്ക് നീളമില്ലെങ്കിൽ അത് ഹിമയില്ലാത്തതുപോലെ തോന്നിപ്പിക്കും, അത് കണ്ണിനിക്ക് ബോറാണ്. അങ്ങനത്തെ ഹിമയായിരുന്നില്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമ എന്ന് പറയുന്നത് അല്പം നീളമുള്ള തിങ്ങിയ ഹിമകളായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിന്റെ രൂപവും പറഞ്ഞു, ഹിമയും പറഞ്ഞു. എന്നിട്ട് മഹാനായ അലി തങ്ങൾ പറയുകയാണ്, മഹാനായ അലി തങ്ങൾ പറയാണ് ജലീലുൽ മുശാശി വൽ കതിദീ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലിന്റെ അറ്റങ്ങൾ, നേരത്തെ പറഞ്ഞ അതേ ആശയം, എല്ലിന്റെ അറ്റങ്ങള് അത് നല്ല മസിലുള്ളതായിരുന്നു, നല്ല മസിലുള്ളതായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലുകൾ കൂടിച്ചേരുന്ന സ്ഥലം അതാണ് വലുതായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നല്ല മസില്, നല്ല ഇറച്ചിയുള്ളതായിരുന്നു. അത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വൽ കതിദി, മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിത് അഥവാ പിരടി അത് അല്പം വലുതായിരുന്നു. കാരണം ശരീരം വലുതാണ്, തല വലുതാണ്. അപ്പൊ തീർച്ചയായിട്ടും പിരടിയും വലുതായി തോന്നിപ്പിക്കുന്നത് സാധാരണയുള്ളതാണ്. അത് ഒരു ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാളുടെ പിരടി നല്ല വലുപ്പമുള്ളതാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യം നല്ലവണ്ണം ഉണ്ട് എന്നതിനേക്കുള്ള സൂചനയാണ്. പിന്നെ പറയുന്നു അജറദു മസ്റുബത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പൊതുവെ രോമമില്ലാത്ത ശരീരമായിരുന്നു എന്ന് പറയുമ്പോ ഒരിക്കലും ധരിച്ചു പോകരുത്. ധൂമസുറുബത്തിൻ, നെഞ്ചു മുതൽ പൊക്കിട് വരെ നേരിയ രൂപത്തിൽ ഒരു വരിയായി രോമമുള്ള ശരീരമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം. വീണ്ടും അലിയാര് തങ്ങൾ പറയാണ് ശസ്നുൽ കഫൈനി വൽ ഖദമൈനി, മുമ്പ് പറഞ്ഞ അതേ ആശയം. മുത്തുനബിയുടെ ഇരുകൈകളും ഇരുപാദങ്ങളും നല്ല മിനുസമുള്ളതായിരുന്നു, മാർദ്ദവമുള്ളതായിരുന്നു, നല്ല ഇറച്ചിയും അതുപോലെ തന്നെ നല്ല എല്ലുകളും നല്ല തുടുത്തു നിൽക്കുന്ന കാണാൻ നല്ല സൗന്ദര്യമായിരുന്നു മുത്തുനബിയുടെ ഇരുകൈകളും അതുപോലെ തന്നെ ഇരുകാലുകളും. പിന്നെ പറയുന്നു ഇദാ മശാ തഖല്ലഅ, മുത്തുനബി നടക്കുകയാണെങ്കിൽ കാല് ഭൂമിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന രൂപത്തിൽ കാല് മൊത്തം വെച്ചുകൊണ്ടാണ് മുത്തുനബി നടക്കാറുള്ളത്. ഇന്നലെ പറഞ്ഞല്ലോ ഏതുപോലെ കമായൻ ഹത്തു ഈ സബബിൻ, ഒരു കുയിലേക്ക് ഇറങ്ങുന്നത് പോലെ, ഒരു കുന്നിറങ്ങുന്നത് പോലെ അല്പം ആഞ്ഞുകൊണ്ട് ഒരു വിനയാന്യ തന്നെ ഒരു കിബറില്ലാത്തവന്റെ നടത്തമായിരുന്നു നടന്നിരുന്നത്. കാരണം നേരെ നെഞ്ചു വിരിച്ച് നടക്കൽ അത് കിബറിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഒരു പാദം വെച്ചാൽ പിന്നെ അടുത്ത പാദം അല്പം ദൂരെയായിരിക്കും വെക്കുക. അപ്പൊ അല്പം ഈ സ്പീഡിലായിരുന്നു നടന്നിരുന്നത്. അതും കിബറില്ലാത്തവന്റെ നടത്തമാണ്. കിബറുള്ളവൻ മെല്ലെ മെല്ലെ കാല് വെച്ചുകൊണ്ടാണ് നടക്കാറുള്ളത്. ആ ഒരു നടത്തം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കാറില്ല. എന്നിട്ട് പറഞ്ഞു വൈദൽ തഫത ഇൽതഫത മഅ, ആരുടെ അരികിലേക്കെങ്കിലും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ശരീരം മൊത്തം അദ്ദേഹത്തിലേക്ക് തിരിയും.
ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ശരീരം മൊത്തം അദ്ദേഹത്തിലേക്ക് തിരിച്ചുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരം തിരിച്ചിരുന്നത്. തല തിരിച്ചു നോക്കാറില്ല, ഒളിഞ്ഞു നോട്ടം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. അപ്പോ ആരെങ്കിലും വന്നാൽ ശരീരം മൊത്തം അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരാളെ പൂർണ്ണമായി പരിഗണിച്ചു എന്ന രൂപത്തിൽ, ഒരാളെ പൂർണ്ണമായി പരിഗണിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തോട് സംസാരിക്കാറുള്ളത്. കാരണം ഒരാൾ വന്നാൽ അദ്ദേഹത്തോട് ശരീരം മൊത്തം അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ട് സംസാരിക്കുമ്പോഴേ അദ്ദേഹത്തിനുള്ള ഒരു പരിഗണനയാകും. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് മുത്തുനബി ആരോടും തലതിരിഞ്ഞുകൊണ്ട് സംസാരിക്കാറില്ല, ഒളിഞ്ഞു നോക്കുന്ന പതിവ് മുത്തുനബിക്കില്ല. മുത്തുനബിയുടെ സംസാരം ശരീരം മൊത്തം തിരിഞ്ഞുകൊണ്ട് ആണ് സംസാരിക്കാറുള്ളത്. ഒരാളിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ശരീരം മൊത്തം അദ്ദേഹത്തിലേക്ക് തിരിക്കും, എന്നിട്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് 100% തൃപ്തിയാകും എന്നതിൽ സംശയമില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം മറ്റു ഹദീസുകളിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഇനി നാം ഇതുവരെ കേൾക്കാത്ത അടുത്ത ഒരു ആശയം, ബൈന കതിഫൈ ഖാതമുൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു തോളുകൾക്കിടയിൽ ഈ പിരടിയുടെ ബാക്കിലായിട്ട് ഖാതമുൻ നുബുവ, നുബുവത്തിന്റെ ഒരു സീലുണ്ടായിരുന്നു, നുബുവത്തിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. അതാണ് ഖാതമുൻ നുബുവ. അതാണ് മുത്തുനബിയെ കുറിച്ച് ഖാതിമുൻ നബിയീൻ അല്ലെങ്കിൽ ഖാതമുൻ നബിയീൻ രണ്ടും പറയാം. എന്താണ് അതിന്റെ അർത്ഥം? ഖാതിമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെയാള്. അതാണ് ഖാതിമുൻ നബിയീൻ. എന്താണ് ഖാതമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ? മുത്തുനബിയെ കൊണ്ടാണ് പ്രവാചകന്മാരുടെ ശൃംഖല അള്ളാഹു ഇവിടെ അവസാനിപ്പിച്ചത്. ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരുന്ന പ്രശ്നമില്ല. അപ്പൊ ഒരു ചോദ്യമുണ്ടാകും, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഇനി വരാനില്ലേ? വരാനുണ്ട്. അത് ഈസാ നബി നബിയായിട്ടല്ല വരുന്നത്, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടയാളാകാൻ വേണ്ടിയിട്ടാണ് ഈസാ നബിയും വരുന്നത്. വലിയ ഭാഗ്യമാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈസാ നബി നബിയായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് അവസാനത്തെ പ്രവാചകർ എന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഖാതമുൻ നുബുവ, ഒരു നുബുവത്തിന്റെ സീല് രണ്ട് പെരടികൾക്കിടയിൽ, രണ്ട് ഈ കഴുത്തുകൾക്കിടയിൽ, പെരടികൾക്കിടയിൽ, അല്ല പെരടിയുടെ വേക്കിലായിട്ട് രണ്ട് തോളുകൾക്കിടയിൽ ഈ നുബുവത്തിന്റെ സീലുണ്ടായിരുന്നു. അത് ജനിക്കുന്ന സമയത്തില്ല, അത് പിന്നെ അള്ളാഹു പതിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചുള്ള വിശദീകരണം പിന്നീട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. എന്നിട്ട് മഹാനായ അലി തങ്ങൾ പറയാണ്, അജുവദുന്നാസി സ്വദറാ, ജനങ്ങളുടെ കൂട്ടത്തിൽ മനസ്സറിഞ്ഞ് ധർമ്മം ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ധർമ്മം ചെയ്താൽ ഒരു മടിയുമില്ല. അത് ഭൗതികമായ ധർമ്മം മാത്രമല്ല, ആത്മീയമായ ധർമ്മമാണെങ്കിലും ശരി. ആത്മീയമായ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിന്റെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക, ഹിക്മത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുക, മാരിഫത്ത് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിലൊന്നും മുത്തുനബിക്ക് പിശുക്കില്ല. ആര് വന്നാലും കൊടുക്കും, എന്തു ചോദിച്ചാലും കൊടുക്കും, ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി കൊടുക്കും. ആരെയും കൈവടിയാറില്ല. അത് നുബൂവത്തിന്റെ ശേഷമുള്ള പ്രത്യേകതയല്ല, അത് നുബൂവത്തിന്റെ മുമ്പേ ചെറുപ്പം മുതലേ ഉള്ള മുത്തുനബിക്കുള്ള സ്വഭാവമാണ്. അതുകൊണ്ടല്ലേ 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി, ഹിറാ ഗുഹയിൽ നിന്ന് നുബൂവത്ത് കിട്ടി. ആദ്യമായി വഹിയ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ നിന്ന് ലഭിച്ചു. നേരെ വരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ ബേജാറായി പ്രയാസപ്പെട്ട് വരികയാണ്. ആകെ പനി പിടിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ വഹിയാണ്. എന്താണ് പ്രയാസപ്പെടാൻ കാരണം? വല്ലാതെ വിയർത്തുകൊണ്ട് പനി പിടിക്കാനുള്ള കാരണം 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടിയപ്പോ ഈ അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയൊക്കെ പോയിട്ട് ഉപദേശിക്കണം, പരസ്യ പ്രബോധനം നടത്തണം. കാരണം ശിർക്കിന്റെ, കുഫ്രിയത്തിന്റെ അതേ വലിയ കോട്ടകത്തളങ്ങളിൽ പോയി
പ്രചരണം നടത്തണം, ഇസ്ലാം പറഞ്ഞു കൊടുക്കണം, അല്ലാഹു ഏകനാണെന്ന് പറയണം, ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് പറയണം. ഒരിക്കലും അവർ കേൾക്കൂല. അവർ കേൾക്കാത്ത വാദമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മുശ്രിക്കീങ്ങൾ, ഈ കാഫിരീങ്ങൾ കേൾക്കുമോ എന്ന ഭയം, അവര് ഈ ഉപദേശം സ്വീകരിക്കുമോ, അല്ലാഹു എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എനിക്ക് നിറവേറ്റാൻ സാധിക്കുമോ എന്ന ഭയമാണ് മുത്തനബിക്കുള്ളത്. അങ്ങനെ നേരെ വരുന്നു ബീവി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വരുന്നു. ഖദീജ ഉമ്മയോട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, ഓ ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ, എനിക്ക് വിറക്കുന്നു, പരിക്കുന്നു, എനിക്ക് പേടിയാകുന്നു. കാരണം അല്ലാഹു എന്നെ വലിയൊരു ദൗത്യം ഇന്നു മുതൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മുശ്രിക്കീങ്ങളോട്, മക്കാ മുശ്രിക്കുകളോട്, ഇവിടുത്തെ വലിയ ധനികന്മാരോട്, വലിയ ഹാജകളോട് എന്നോട് ഉപദേശിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് എനിക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം, അതെ ഇവിടെ സാധിക്കുമോ എന്ന് എനിക്കറിയൂല. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു ഖദീജ എന്ന് പറഞ്ഞപ്പോ മഹദിയായ ഖദീജ ബീവി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ മറുപടി എല്ലാവർക്കും അറിയും. ലാ യുഖ്സികല്ലാഹു അബദാ. മുത്തുനബിയെ, അങ്ങേ അല്ലാഹു ഒരിക്കലും കൈവടിയൂല നബിയെ, അങ്ങേ ഒരിക്കലും അല്ലാഹു കൈവടിയൂല നബിയെ. അങ്ങേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ആ ദൗത്യം നന്നായി നിറവേറ്റാൻ കഴിയും നബിയേ. എന്നിട്ട് ഖദീജ ബീവി സമാധാനിപ്പിച്ച ഒരു വാക്കുണ്ട്, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഇന്നക ലതസിലുർ റഹിമ. അങ്ങ് നബിയെ, എവിടെ കുടുംബബന്ധം മറ്റുപോയിട്ടുണ്ടെങ്കിലും അത് ചേർക്കാൻ വേണ്ടി, അത് കൂട്ടാൻ വേണ്ടി അങ്ങേയറ്റം ഓടി നടക്കുന്നവരല്ലേ തങ്ങള്. അതുകൊണ്ട് തങ്ങളെ അല്ലാഹു കൈവടിയൂല നബിയെ. വതഹ്മിലുൽ കല്ല, ഏത് പ്രയാസപ്പെട്ടവൻ എവിടെയുണ്ടെന്നറിഞ്ഞാലും അവിടെ പോയി അവരുടെ പ്രയാസം നീക്കിക്കൊടുക്കുന്നവരല്ലേ തങ്ങള്. തങ്ങളെ അല്ലാഹു കൈവടിയൂല നബിയേ. എന്ന് പറഞ്ഞ അതുപോലെ തന്നെ ഹബീബായ ഏത് ഇല്ലാത്തവൻ അങ്ങയുടെ അരികിൽ വന്നുകൊണ്ട് എന്ത് പറഞ്ഞാലും അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവരല്ലേ തങ്ങള്. എവിടെയെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടെന്ന് കേട്ടാൽ, പ്രളയങ്ങൾ ഉണ്ടെന്ന് കേട്ടാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്ന് കേട്ടാൽ അവിടെ പോയി തങ്ങളെ കൊണ്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവരല്ലേ തങ്ങള്. തങ്ങളെ അല്ലാഹു കൈവടിയൂല നബിയേ. ഇതാണ് ഖദീജ ബീവി സമാധാനിപ്പിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഉമ്മമാരെ, മുത്തുനബിയുടെ ആദ്യമുള്ള സ്വഭാവമാണ്, നുബുവ്വത്തിന് മുമ്പേയുള്ള സ്വഭാവമാണ് പാവങ്ങളെ സഹായിക്കുക, ഏത് കഷ്ടപ്പെടുന്നവരെയും താങ്ങി നിർത്തുക എന്നുള്ള സ്വഭാവം.